നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. സോ SR ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഡയഗ്രാം ആണ് ഇത് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് കൺസിസ്റ്റ് ഓഫ് NAND ഗേറ്റ്സ് വെച്ചിട്ടാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. സോ NAND ഗേറ്റ് നമ്പർ 1, 2, 3 ആൻഡ് 4. ഇനി ഒന്ന് നോക്കിക്കേ, ഈ NAND ഗേറ്റ് നമ്പർ 3 ആൻഡ് 4ന്റെ അറേഞ്ച്മെന്റ് കണ്ടിട്ട് എന്തെങ്കിലും ഒരു പരിചയം ഉണ്ടോ എന്ന് നോക്കിയേ. NAND ഗേറ്റ് നമ്പർ 3 ആൻഡ് 4ന്റെ ഈ ഒരു സ്ട്രക്ചർ കണ്ടിട്ട് എവിടെയെങ്കിലും ഒരു കണ്ടുപരിചയം തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടോ? ദേ ഈ സെയിം സ്ട്രക്ചർ തന്നെയാണ് ഇപ്പൊ ഞാൻ അവിടെ വരച്ചേക്കുന്നത്. ക്രോസ് കപ്പിൾ NAND gates which result in the formation of SR latch. സോ ഈ ഗേറ്റ് നമ്പർ 1 ആൻഡ് 2 എന്ന് പറയുന്നതാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഡയഗ്രത്തിന്റെ അകത്തെ ഗേറ്റ് നമ്പർ 3 ആൻഡ് 4. സോ ഈ ഇപ്പൊ ഞാൻ ഒരു ബോക്സ് വരച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ഈസ് ആക്ച്വലി ദ SR ലാച്ച്. ഇതെന്ന് പറയുന്നത് SR ലാച്ച് ആണ്. ഈ ഒരു ഡോട്ടഡ് ബോക്സിന്റെ അകത്തിരിക്കുന്നത് is the SR latch. So we can say that the SR flip flop, ഇനി നമ്മൾ കാണാൻ പോകുന്ന എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സും SR ലാച്ച് വെച്ചിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ SR ലാച്ച് ഉപയോഗിച്ചിട്ടാണ് we are constructing the SR flip flop. ഓക്കെ, സോ ഇതിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആസ് ഡൺ ഫോർ ദ SR ലാച്ച് നമുക്ക് എന്ത് വേണം? NAND ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ വേണം അല്ലെ? സോ NAND ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ ഇവിടെ കിടപ്പുണ്ട്. സോ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റും ദ വർക്കിംഗ് ഓർ ദ വൺ ലൈൻ വർക്കിംഗ് ഓഫ് NAND ഗേറ്റ് വിച്ച് ഈസ് ഇഫ് എനി വൺ ഓഫ് ദ ഇൻപുട്ട് ഓഫ് എ NAND ഗേറ്റ് ഈസ് 0, ദ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 1 ആണല്ലോ. NAND ഗേറ്റിന്റെ വർക്കിംഗ് ഏതാണല്ലോ, ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ദ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു 1. ഓക്കെ, then this is the truth table of SR latch which we have already seen. Okay, SR ലാച്ചിന്റെ വർക്കിംഗ് വീണ്ടും ഈ അതായത് ഈ ഒരു ഗേറ്റ് നമ്പർ 3 ആൻഡ് 4ന്റെ വർക്കിംഗ് വീണ്ടും ഞാൻ എക്സ്ട്രാ പറയുന്നില്ല, കാരണം അത് ഓൾറെഡി SR ലാച്ചിന്റെ സെയിം വർക്കിംഗ് ആണ് വിച്ച് വി ഹാവ് ഓൾറെഡി കവേർഡ്. ഓക്കെ, സോ അപ്പം ഇത്രയും കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ദിസ് ഇസ് ദ ട്രൂത്ത് ടേബിൾ ഓഫ് SR ലാച്ച് ഇൻ വിച്ച് SR-ന്റെ SR ആട്ടോ അവിടെ എഴുതിയേക്കുന്നത്. SR ലാച്ചിന്റെ SR ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ 0 വരുവാണെങ്കിൽ ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ഇൻവാലിഡ് സ്റ്റേറ്റ്. 01 ആണ് വരുന്നതെങ്കിൽ 10 വിച്ച് ഇസ് എ സെറ്റ് സ്റ്റേറ്റ്. 101 ആണെങ്കിൽ 10 വിച്ച് ഇസ് എ സെറ്റ് സ്റ്റേറ്റ്. 10 ആണ് വരുന്നതെങ്കിൽ ദാറ്റ് വിൽ റിസൾട്ട് ഇൻ 01 വിച്ച് ഇസ് ദ റീസെറ്റ് സ്റ്റേറ്റ്. ആൻഡ് ദ ലാസ്റ്റ് കേസ് 11 വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ദ മെമ്മറി സ്റ്റേറ്റ് ഓർ ഹോൾ സ്റ്റേറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ നോ ചേഞ്ച് സ്റ്റേറ്റ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ കണ്ടിരിക്കുന്നതാണ്. ഇനി നമ്മൾ പുതിയതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ആസ് സച്ച് 4 NAND ഗേറ്റ്സ് വന്നു കഴിയുമ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സോ നമുക്കിവിടെ S ഉണ്ട്, SR-ന്റെ വാല്യൂസ്, SR ലാച്ചിന്റെ അല്ല ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ആണ് ഞാനിപ്പോൾ വരയ്ക്കുന്നത്. Q ബാർ, അതേപോലെ തന്നെ സ്റ്റേറ്റ്, ഏത് സ്റ്റേറ്റ് ആണ് എന്നുള്ളത്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് when the value of S and R എന്ന് പറയുന്നത് is equal to 0. സോ S is equal to, അപ്പോൾ ഒരു കാര്യം കൂടി ഉണ്ട് നോക്കിക്കേ, ഇവിടെ ഒരു ക്ലോക്ക് സിഗ്നലും കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്തോണം, ക്ലോക്ക് സിഗ്നൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ക്ലോക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത് is always taken as 1. ഇനി ക്ലോക്ക് 0 ആവുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് കാണാം. അതല്ലെങ്കിൽ ക്ലോക്ക് 1 ആണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, ഒരു കാര്യമുണ്ട്, ക്ലോക്ക് 0 ആണെന്നുണ്ടെങ്കിൽ ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഇപ്പൊ നമ്മളെ കണ്ടിരിക്കുന്ന 5 ടൈപ്സ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെന്നുണ്ടെങ്കിൽ ശരി, ക്ലോക്കിന്റെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ ഓൾവേസ് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് വിൽ ബി ഇൻ ദ മെമ്മറി സ്റ്റേറ്റ്. അതിന് എക്സ്പ്ലനേഷൻ ഞാൻ പുറകെ തരാം, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, സോ ഫോർ എനി കൈൻഡ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, if the clock value is equal to 0, the flip flop, the given flip flop, whichever flip flop it is, it will always be in the memory state. എന്താണെന്നുള്ളത് നമുക്ക് പുറകെ കാണാം. സോ ഇപ്പം കമ്മിങ് വിത്ത് ഫസ്റ്റ് വി ആർ സ്റ്റാർട്ടിങ് വിത്ത് ദ വാല്യൂ ഓഫ് ക്ലോക്ക് is equal to 1. ക്ലോക്കിന്റെ വാല്യൂ 1 ആയിരിക്കുന്ന കേസാണ് ആദ്യം കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഇനിയിപ്പോൾ ക്ലോക്ക് 1 ആണ്, അതിന്റെ 4 കേസസ്. ക്ലോക്ക് 1 ആയിരിക്കുന്ന സമയത്ത് SR is equal to 0, 01, 10 ആൻഡ് 11 വരുന്ന കേസസ് ആണ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് S is equal to 0 and R is equal to 0. Okay, so ഇപ്പൊ നമുക്ക് ഓൾറെഡി NAND-ന്റെ ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് അറിയാം, ഇനി വൺ ഓഫ് ദ ഇൻപുട്ട് 0 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് is equal to 1. Okay, so മരിയ പറയാവോ, ഗേറ്റ് നമ്പർ 1ന്റെ ഔട്ട്പുട്ട് പറയാവോ, ഗേറ്റ് നമ്പർ 1ന്റെയും 2ന്റെ ഔട്ട്പുട്ട് പറയാവോ?
മരിയ ബിനോയ്, മരിയ ബിനോയ്. 1. അതെ 1. കാരണം എനി വൺ ഓഫ് ദ ഇൻപുട്ട് 0 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് 1 ആണ്. ദാറ്റ് ഇസ് ദ വർക്കിംഗ് ഓഫ് NAND ഗേറ്റ് അല്ലെ. സോ ഗേറ്റ് നമ്പർ 1ന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആണ്. സിമിലർലി ഗേറ്റ് നമ്പർ 2ന്റെ വൺ ഓഫ് ദ ഇൻപുട്ട് is 0. therefore the output എന്ന് പറയുന്നത് is equal to 1. സോ ഈ ഒരു 1 നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന ഏതിലേക്കാണ്? SR ലാച്ചിന്റെ ഇൻപുട്ട് ആണ് അല്ലെ. സോ ഇതെന്ന് പറയുന്ന SR ലാച്ചിന്റെ എസും ആറും, അതിന് ഞാൻ എസ് ആസ്ട്രീക്ക് അല്ലെന്നുണ്ടെങ്കിൽ ആർ ആസ്ട്രീക്ക് വെച്ചൊന്ന് റെപ്രസെന്റ് ചെയ്യുവാണ്. സോ ഇവിടെ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതി വെക്കാം, അല്ലെങ്കിൽ ഇപ്പൊ 2 SR കാണുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, സോ SR ലാച്ചിന്റെ എസിൽ വന്നിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 1, SR ലാച്ചിന്റെ ആറിൽ വന്നിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 1. സോ SR ലാച്ചിന്റെ ട്രൂത്ത് ടേബിൾ ഇവിടെ കിടപ്പുണ്ട്. SRന്റെ വാല്യൂ 1 1 വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ദ മെമ്മറി സ്റ്റേറ്റ്. therefore SRന്റെ വാല്യൂ, നമ്മുടെ എൻറ്റയർ ഫ്ലിപ്പ് ഫ്ലോപ്പ് SRന്റെ വാല്യൂ 0 0 വരുന്ന സമയത്ത് Q ആൻഡ് Q ഡാഷ് എന്ന് പറയുന്നത് വിൽ ബി ദ മെമ്മറി സ്റ്റേറ്റ്. എന്ന് പറഞ്ഞാൽ നേരത്തെ വാല്യൂ എന്താണോ, അതായത് ക്യൂവിലും ക്യൂ ബാറിലും നേരത്തെ വാല്യൂ എന്താണോ അത് തന്നെയായിരിക്കും വീണ്ടും വരിക. therefore I can write this as the memory state. അപ്പൊ അതിനകത്ത് ഈ ഒരു ടേബിൾ ഒന്ന് നോക്കിക്കുക. അതിനകത്ത് ചെറിയൊരു ടേംസ്, ഒരു പുതിയൊരു ടേമും കൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്നെങ്കിൽ ക്യൂ അല്ലെങ്കിൽ ക്യൂ ബാർ യൂസ് ചെയ്യാൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യൂ ബാറിന് പകരം QN+1 അതേപോലെ തന്നെ QN+1 ബാർ എന്ന് യൂസ് ചെയ്യാം. That means QN എന്ന് പറയുന്നത് is equal to the present state and QN+1 എന്ന് പറയുന്നത് is equal to the next state. ഇതൊന്ന് ഓർത്തിരുന്നോണം. നമ്മൾ ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ്. QN എന്ന് പറയുന്നത് present state, QN+1 എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റേറ്റ്. അതായത് ഞാൻ ഇത്ര നേരം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്ന നേരത്തെ ക്യൂവിനുണ്ടായിരുന്ന വാല്യൂ, ക്യൂവിനും ക്യൂ ബാറിനും ഉണ്ടായിരുന്ന വാല്യൂ എന്ന് പറഞ്ഞല്ലേ നമ്മൾ 0 1 അല്ലെങ്കിൽ 1 0 ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. സോ അതിനെയാണ് പ്രസന്റ് സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. QN+1 എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു വാല്യൂ, സം വാല്യൂ QNനും അല്ലെങ്കിൽ എൻ്റെ ക്യൂവിനും ക്യൂ ബാറിനും ഉണ്ടായിരുന്നു. ദെൻ എസിനും ആറിനും ഞാൻ സം വാല്യൂ കൊടുത്ത്, സം ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആഫ്റ്റർ ദ ആപ്ലിക്കേഷൻ ഓഫ് ദാറ്റ് സ്പെസിഫിക് ഇൻപുട്ട് ക്യൂവിനും ക്യൂ ഡാഷിനും സം വാല്യൂ കിട്ടുന്നു. ഓക്കെ, അങ്ങനെയല്ല നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. സോ അതിന് ബേസിക്കലി ഒരു പേരുണ്ട്. ആ പേരുകൾ എന്ന് പറയുന്നതാണ് പ്രസന്റ് സ്റ്റേറ്റ് ആൻഡ് നെക്സ്റ്റ് സ്റ്റേറ്റ്. ഓക്കെ, സോ പ്രസന്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ ആ ഇൻപുട്ട്, ഇപ്പൊ കൊടുക്കാൻ പോകുന്ന ഇൻപുട്ട് ഏതാണെങ്കിലും ശരി, ആ ഇൻപുട്ട് കൊടുക്കുന്നതിന് മുന്നേ എന്റെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടായിരുന്ന സ്റ്റേറ്റിനെയാണ് പ്രസന്റ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ആഫ്റ്റർ ദ ആപ്ലിക്കേഷൻ ഓഫ് ദ ഇൻപുട്ട് ക്യൂവിലും ക്യൂ ബാറിലും എന്ത് വാല്യൂ ആണ് വന്നത്, ദാറ്റ് വിൽ ബി ദ നെക്സ്റ്റ് സ്റ്റേറ്റ്. ഇതാണ് പ്രസന്റ് സ്റ്റേറ്റിന്റെ നെക്സ്റ്റ് സ്റ്റേറ്റിനെ PS എന്ന് ആണ് അതിന് ഷോർട്ടായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രസന്റ് സ്റ്റേറ്റിന് PS എന്നും, സ്റ്റാൻഡേർഡ് ആയിട്ട് നെക്സ്റ്റ് സ്റ്റേറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന പേര് അല്ലെങ്കിൽ അതിന്റെ ഷോർട്ട് എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റേറ്റിന് NS എന്നും ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യം ഒന്ന് ഓർത്തിരുന്നതാണ്. കാരണം ഇനി അങ്ങോട്ടേക്ക് നമ്മൾ മാറി മാറി ഈ ഒരു 2 ടേംസ് മാറി മാറി യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ആ പേരിലേക്ക് തന്നെ ഞാൻ ഇവിടെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. QN+1 ആൻഡ് QN+1 ഡാഷ് ഓർ QN+1 ബാർ. ഓക്കെ, സോ അപ്പം ഐ ക്യാൻ സേ ദാറ്റ് 0 0 വരുന്ന സമയത്ത് മെമ്മറി സ്റ്റേറ്റിലേക്ക് വരുന്നു. സോ അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ ഒരു ടേബിള് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഈ കാണുന്ന ടേബിള് എന്തായാലും നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പഠിക്കണം. ഒന്നെങ്കിൽ ഇത് എഴുതാം, അല്ലെങ്കിൽ ഞാനിപ്പോ പുതിയതായിട്ട് അവിടെ വരച്ചുകൊണ്ടിരിക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ അപ്പൊ ഇതാണെങ്കിൽ ഫസ്റ്റത്തെ എല്ലാ ക്ലോക്ക് പൾസ് 1 ആയിരിക്കുന്ന കേസ് ആണെങ്കിൽ താഴോട്ട് 0 വരുന്ന കേസിലേക്ക് വരാം. സോ അതിന് മുന്നേ ഫസ്റ്റ് ഇപ്പൊ നമ്മൾ എടുത്തിരുന്ന കേസ് എന്ന് പറയുന്നത് എസിന്റെ വാല്യൂ 0 ആസ് വെൽ ആസ് ആറിന്റെ വാല്യൂ 0ന്റെ വർക്കിംഗ് ആണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. സോ മെമ്മറി സ്റ്റേറ്റ് ആണ് കിട്ടുന്നത് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. സോ നേരത്തെ, അതായത് പ്രസന്റ് സ്റ്റേറ്റിന്റെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ മെമ്മറി സ്റ്റേറ്റ് ആയതുകൊണ്ട് നെക്സ്റ്റ് സ്റ്റേറ്റിന്റെ വാല്യൂ 0 ആയിരിക്കും. ഇവിടെ QN ഡാഷും QN+1 ഡാഷും ഇപ്പൊ നിലവിൽ ഈ ടേബിളെ കാണിച്ചിട്ടില്ല, കാരണം അതെന്തായാലും അതിന് ഇൻവേർട്ടഡ് വാല്യൂ ആണെന്ന് അറിയാമല്ലോ. സോ അതുകൊണ്ടാണ് ഈ ടേബിളിൽ കാണിക്കാത്തത്. സോ QNന്റെ വാല്യൂ നേരത്തെ ഞാൻ ഈ 0 0 എന്ന് പറഞ്ഞ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ 0 ആയിരുന്നു. അതുകൊണ്ട് ആഫ്റ്റർ ആപ്ലിക്കേഷൻ ഓഫ് 0 0 അത് മെമ്മറി സ്റ്റേറ്റ് ആയതുകൊണ്ട് സെയിം വാല്യൂ തന്നെ എനിക്ക് റീറ്റെയിൻ ചെയ്ത് കിട്ടി. അപ്പൊ നേരത്തെ QNൽ ഉണ്ടായിരുന്ന 1 ആണെന്നുണ്ടെങ്കിൽ QN+1 ആഫ്റ്റർ ദ ആപ്ലിക്കേഷൻ ഓഫ് 0 0 എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ദ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വിൽ റിമെയിൻ ദ സെയിം സിൻസ് ദിസ് ഇസ് ഇൻ ദ മെമ്മറി സ്റ്റേറ്റ്. ഓക്കെ, ആ രീതിയിലാണ് ഈ ടേബിൾ എഴുതിയേക്കുന്നത്. ഒന്നെങ്കിൽ ഇപ്പൊ എഴുതിയിരിക്കുന്ന പോലെ എഴുതാം, അതിന് പ്രത്യേകം പേരുണ്ട്, നമുക്ക് അതിലേക്ക് വരാം. അല്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എഴുതുന്ന പോലെ ഷോർട്ടായിട്ട് 4 ലൈനുകളിൽ 4 റോകളിൽ നിങ്ങൾക്ക് എഴുതാം. പ്ലസ് ക്ലോക്ക് പൾസോടെ കൂട്ടിയാലും 5 റോയിൽ എഴുതി തീർക്കാം. ഓക്കെ, ട്രൂത്ത് ടേബിൾ. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫസ്റ്റ് കേസ് ഇൻ വിച്ച് the value of S and R എന്ന് പറയുന്നത് is equal to 0. Now we are moving on to the
നെക്സ്റ്റ് കേസ് എസിനും ആറിനും ഇപ്പൊ 0 വരുന്ന കേസാണ് നമ്മളിപ്പോ കണ്ടത്. ഇനിയിപ്പോ നമുക്ക് എസിനും ആറിനും അടുത്ത വാല്യൂ കൊടുത്തു നോക്കാം. ഓക്കെ, സോ വിച്ച് ഈസ് എസ് ഈസ് ഈക്വൽ ടു 0 ആൻഡ് ആർ ഈസ് ഈക്വൽ ടു 1. സോ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഗേറ്റ് നമ്പർ 1ന്റെയോ അല്ലെങ്കിൽ 2ന്റെയോ ഔട്ട്പുട്ട് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഈ ഒരു കേസിൽ പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇപ്പൊ നിലവിൽ 2 ഇൻപുട്ട്സ് ആക്ച്വലി എനിക്ക് അവൈലബിൾ ആണ്. കാരണം ഗേറ്റ് നമ്പർ 1ന്റെ ഒരു ഇൻപുട്ട് 0യും അതർ ഇൻപുട്ട് എന്ന് പറയുന്നത് ക്ലോക്ക് പൾസ് ആണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഈ 1 തന്നെ ആയിരിക്കും ഗേറ്റ് നമ്പർ 1ന്റെ അതർ ഇൻപുട്ട് ആയിട്ട് വരിക. അതേപോലെ തന്നെ ക്ലോക്കിന്റെ വാല്യൂ 1 ആയതുകൊണ്ട് തന്നെ ആ 1 തന്നെ ആയിരിക്കും ഗേറ്റ് നമ്പർ 2ന്റെ അതർ ഇൻപുട്ട് ആയിട്ട് വരുന്നത്. therefore ഗേറ്റ് നമ്പർ 1ന്റെയും 2ന്റെയും ഔട്ട്പുട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ? അമീന പറ്റുമോ? ഗേറ്റ് നമ്പർ 1ന്റെയും 2ന്റെ ഔട്ട്പുട്ട് പറയാവോ? ഗേറ്റ് നമ്പർ 1ന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആണ്. കാരണം ഗേറ്റ് നമ്പർ 1ന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആണ്. കാരണം 1 ഓഫ് ദ ഇൻപുട്ട് ഈസ് 1. therefore ഗേറ്റ് നമ്പർ 1ന്റെ ഔട്ട്പുട്ട് 1 ആണ്. ഗേറ്റ് നമ്പർ 2ന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 2 ഇൻപുട്സും 1 1. 1 വരുമ്പോ 0. സോ ഗേറ്റ് നമ്പർ 1ന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1ഉം ദാറ്റ് ഇസ് ബൈ ദ ട്രൂത്ത് ടേബിൾ ഓഫ് നാൻഡ് ഗേറ്റിന്റെ സംശയമുള്ളവർക്ക് നാൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ ഗേറ്റ് നമ്പർ 1ന്റെ ഔട്ട് എന്ന് പറയുന്നത് 1, കാരണം ഒരു ഇൻപുട്ട് 0 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് 1 ആണ്. അല്ലെങ്കിൽ 0 1 വേണമെന്നുണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ അങ്ങനെ ഓർത്ത് നോക്കുക. ബട്ട് സ്റ്റിൽ 1 ഓഫ് ദ ഇൻപുട്ട് 0 ആണെന്നുണ്ടെങ്കിൽ ഔട്ട് 1 എന്നുള്ളത് ഓർത്തിരിക്കാതെ നമുക്ക് ഇതിന്റെ കംപ്ലീറ്റ് വർക്കിംഗ് പറയാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ എല്ലാ കേസസും നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. ദെൻ അതർ കേസ് എന്ന് പറയുന്നത് ഗേറ്റ് നമ്പർ 2ന്റെ 2 ഇൻപുട്സും 1 1 ആണ്. therefore the output എന്ന് പറയുന്നത് is equal to 0. therefore ഇപ്പൊ SR ലാച്ചിലേക്കുള്ള എസിന്റെ വാല്യൂ റെഡിയായി 1 ആണ്. അതേപോലെ തന്നെ SR ലാച്ചിലേക്കുള്ള ആറിന്റെ വാല്യൂ ഇപ്പൊ എനിക്ക് കിട്ടിയിട്ടുണ്ട് 0. therefore SR ലാച്ചിലേക്കുള്ള വാല്യൂ എന്ന് പറയുന്നത് SRന്റെ വാല്യൂ എന്ന് പറയുന്നത് 1ഉം 0യും ആണ്. ദേ ഇവിടെ കിടക്കുന്നു 1 0. so that will result in ഏത് സ്റ്റേറ്റ് ആണ്? റീസെറ്റ് സ്റ്റേറ്റ്. സോ ക്യൂവിന്റെ വാല്യൂ എന്ത് വരും? 0. ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് will be 1. therefore I can write qn plus 1 എന്ന് പറയുന്നത് is equal to 0 and qn plus 1 dash എന്ന് പറയുന്നത് is equal to 1. therefore SRന്റെ വാല്യൂ ഇവിടെ ട്രൂത്ത് ടേബിൾ ഞാൻ ഫില്ല് ചെയ്യുവാണ്. 0 1 വരുന്ന സമയത്ത് ക്യൂവിന്റെ വാല്യൂ എന്ന് പറയുന്നത് will be qn plus 1 എന്ന് എഴുതിക്കുക. ഞാൻ ഇപ്പോൾ എഴുതാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് മാറ്റി എഴുതുന്നില്ല. qn plus 1 എന്ന് പറയുന്നത് is equal to 0 and qn plus 1 dash എന്ന് പറയുന്നത് equal to 1. സോ ഈ സ്റ്റേറ്റിനെ എന്ത് പേരിട്ട് വിളിക്കാം? ക്യൂവിന്റെ വാല്യൂ ഓർ qn plus 1ന്റെ വാല്യൂ എന്ന് പറയുന്നത് is equal to 0. qn plus 1 ഓർ ക്യൂവിന്റെ വാല്യൂ 0 വരുന്ന സ്റ്റേറ്റ് ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പിലും ആണെങ്കിലും ശരി, ദാറ്റ് സ്റ്റേറ്റ് വിൽ ബി കോൾഡ് ആസ് ദ റീസെറ്റ് സ്റ്റേറ്റ്. സോ അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റിനെ എനിക്ക് എന്ത് വിളിക്കാം? റീസെറ്റ് സ്റ്റേറ്റ് എന്ന് വിളിക്കാം. Now coming to the next combination of SR which is 1 0. Okay, so ഇത് മായ്ക്കുവാണ്. എസിന്റെയും ആറിന്റെയും വാല്യൂസ് മാറ്റി കൊടുക്കുക. ക്ലോക്ക് മാറ്റണ്ടല്ലോ, ക്ലോക്ക് എന്തായാലും നമ്മൾ 1 തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് കേസിലേക്ക് പോവാണ്. എസിന് 1ഉം ആറിന് 0 വരുന്ന കേസ്. So S is equal to 1 and R is equal to 0. So gate number 1ന്റെയും 2ന്റെയും ഔട്ട്പുട്ട് ഷെയ്ൻ എന്തായിരിക്കും? ഗേറ്റ് നമ്പർ 1ന്റെയും 2ന്റെ ഔട്ട്പുട്ട് പറയാവോ? ഷെയ്ൻ പറയാവോ? ഷെയ്ൻ പോയോ? അജൽ എന്താ വരുന്നേ? 0 ആണ്. ഗേറ്റ് നമ്പർ 1ന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0. Then ഗേറ്റ് നമ്പർ 2ന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്
ഏറ്റ ഒരു ഇൻപുട്ട് 0 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1. 1. ഓക്കെ. സോ നമുക്ക് ഈ 0, അതായത് ഗേറ്റ് നമ്പർ 1ന്റെ 0 എന്ന് പറയുന്ന SR ലാച്ചിലേക്ക് കൊടുക്കുന്ന എസിന്റെ വാല്യൂ, ഗേറ്റ് നമ്പർ 2ന്റെ 1 എന്ന് പറയുന്ന SR ലാച്ചിന്റെ ആറിലേക്ക് കൊടുക്കുന്ന 1 ആണ്. ഓക്കെ. സോ ഇവിടെ 0-1 ആണ് നമുക്ക് വരുന്നത്. 0-1 SR ലാച്ചിന്റെ ട്രൂത്ത് ടേബിൾ ഇവിടെ കിടപ്പുണ്ട്. ഈ കോമ്പിനേഷൻ ആണ് വരുന്നത് 0-1. സോ SR ലാച്ചിന്റെ എസിന് 0-ഉം ആറിന് 1-ഉം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ക്യൂവിന്റെ വാല്യൂ എന്ന് പറയുന്നത് is equal to 1. ഇവിടെ നമ്മൾ qn+1 വെച്ച് റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ q ഡാഷ് എന്ന് പറയുന്നത് is equal to 0. ഓക്കെ. സോ ഇവിടെ ഞാൻ ഈ ടേബിളിലോട്ട് എടുത്ത് എഴുതുവാണ്. ക്യൂവിന്റെ വാല്യൂ qn+1ന്റെ വാല്യൂ വിച്ച് മീൻസ് ക്യൂവിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1-ഉം qn+1 ഡാഷ് വിച്ച് മീൻസ് q ഡാഷിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0-യും ആണ് കിട്ടുന്നത്. സോ അക്രോസ് എനി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇഫ് ദ വാല്യൂ ഓഫ് q അല്ലെങ്കിൽ qn+1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ that means our flip flop or latch whatever it is in the set state. ഒരു വാല്യൂ കിട്ടുന്ന, ഒരു വാല്യൂയിലേക്ക് 1 എന്ന് പറഞ്ഞ വാല്യൂയിലേക്ക് സെറ്റ് ആകുന്ന സ്റ്റേറ്റ്, അതിനെയാണ് സെറ്റ് സ്റ്റേറ്റ് എന്ന് വിളിക്കുക. ഓക്കെ. സോ അത് സെറ്റ് സ്റ്റേറ്റിലേക്കാണ് വരിക. therefore I can write here as set state. ഓക്കെ. സോ അത് തന്നെ നമ്മളുടെ ഇതിലേക്ക് ഞാൻ പുറകെ വരാം. ഓക്കെ. സോ ദാറ്റ് ഇസ് ദ സെറ്റ് സ്റ്റേറ്റ്. നൗ കമ്മിങ് ടു ദ ലാസ്റ്റ് കോമ്പിനേഷൻ. ഇപ്പം എസിന് മാറുന്ന നമ്മൾ 0-0 കൊടുത്തു നോക്കി, 0-1 കൊടുത്തു നോക്കി, അതേപോലെ തന്നെ നമ്മൾ 1-0യും കൊടുത്തു നോക്കി. നൗ നമുക്ക് നെക്സ്റ്റ് വാല്യൂ കൊടുത്തു നോക്കാം. ഓക്കെ. സോ എസിന് മാറിനും ലാസ്റ്റ് വാല്യൂ കൊടുത്തു നോക്കുവാണ് വിച്ച് ആർ 1-1. സോ ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും വരിക? ഷെയ്ൻ എന്തായിരിക്കും വരിക? ഗേറ്റ് നമ്പർ 1ന്റെയും 2ന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്ന് പറയാമോ? ഷെയ്ൻ മുമ്പേ വിളിച്ചിട്ടും കണ്ടില്ല. ഓക്കെ. ഏഞ്ചൽ പറയാവോ? അതെ, ഗേറ്റ് നമ്പർ 1ന്റെ ഔട്ട്പുട്ട് 0 ആണ്. ഗേറ്റ് നമ്പർ 2ന്റെ 0. ഓക്കെ. സോ നാൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ വെച്ചിട്ടാണ് ഇത് പറയുന്നത്. രണ്ട് ഇൻപുട്സും 1 ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ദ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0. വിച്ച് മീൻസ് ഗേറ്റ് നമ്പർ 1ന്റെ ഔട്ട്പുട്ട് 0 ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബീങ് ഫെഡ് ആസ് ദ എസ് ഓഫ് ദ SR ലാച്ച്, ആൻഡ് ഗേറ്റ് നമ്പർ 2ന്റെ 0 എന്ന് പറയുന്നത് is being fed as the R of the SR latch. സോ SR ലാച്ചിന്റെ ട്രൂത്ത് ടേബിൾ ഇവിടെ കിടപ്പുണ്ട്. എസിന്റെയും ആറിന്റെയും വാല്യൂ എന്ന് പറയുന്നത് 0-0 വരുവാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ദ ഇൻവാലിഡ് സ്റ്റേറ്റ് അല്ലെ. സോ QN-നും QN+1 എസിന്റെയും ആറിന്റെയും വാല്യൂ 1-1 ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ദ ഇൻവാലിഡ് സ്റ്റേറ്റ്. സോ നമ്മളിപ്പം ക്ലോക്ക് 1 ആയിട്ടുള്ള എല്ലാ കേസസും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ. സോ അതിൽ നിന്ന് we have understood that SRന്റെ വാല്യൂ 0-0 വരുവാണെങ്കിൽ that will result in the memory state. SRന്റെ വാല്യൂ 0-1 ആണെന്നുണ്ടെങ്കിൽ that will result in the reset state കാരണം Q is 0. Then SRന്റെ വാല്യൂ 1-0 ആണെന്നുണ്ടെങ്കിൽ that will result in the set state കാരണം Q is 1. And similarly SRന്റെ വാല്യൂ 1-1 ആണെന്നുണ്ടെങ്കിൽ that will result in the invalid states. ഇങ്ങനെ 4 സ്റ്റേറ്റ്സ് ആണ് ക്ലോക്ക് 1 ആവുമ്പോൾ നമ്മുടെ SR ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഉള്ളത്. ഓക്കെ. അതിനകത്ത് 0-0 വരുന്നത് ഞാൻ ഇവിടുത്തെ ഈ സൈഡിലത്തെ ലാർജർ ടേബിൾ, അതായത് പ്രസന്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും വെച്ചിട്ടുള്ള ഒരു ടേബിളിന്റെ പേരുകൾ നമ്മൾ പുറകെ കാണാം. ഓക്കെ. അതിൽ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതും കൂടെ നോക്കിക്കേ. SRന്റെ വാല്യൂ ഇവിടുത്തെ കേസ് 2 ഞാൻ മോഡൽ എഴുതിയിരിക്കുന്ന ടേബിളിലത്തെ കേസ് 2 ആണ് ഇപ്പൊ പറയാൻ പോകുന്നത്. അതായത് എസിന്റെയും ആറിന്റെയും വാല്യൂ എന്ന് പറയുന്നത് 0-1. നോക്കിക്കേ, രണ്ട് കേസസിലും എസിന്റെയും ആറിന്റെയും വാല്യൂ എന്ന് പറയുന്നത് 0-1. സോ 0-1 എന്ന് പറയുന്നത് റീസെറ്റ് സ്റ്റേറ്റ് ആണ്. സോ നേരത്തെ വാല്യൂ വിച്ച് മീൻസ് പ്രസന്റ് സ്റ്റേറ്റിന്റെ വാല്യൂ QN എന്ന് പറയുന്ന പ്രസന്റ് സ്റ്റേറ്റ്, QN+1 എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റേറ്റ്. സോ പ്രസന്റ് സ്റ്റേറ്റിന്റെ വാല്യൂ എന്തായാലും ശരി, വിച്ച് മീൻസ് 0 ആണെന്നുണ്ടെങ്കിൽ ശരി, 1 ആണെന്നുണ്ടെങ്കിൽ ശരി, the next state value will always be 0 irrespective of the present state. പ്രസന്റ് സ്റ്റേറ്റിന്റെ വാല്യൂ എന്താണെന്നുണ്ടെങ്കിൽ ശരി, 0 ആണെന്നുണ്ടെങ്കിൽ ശരി, 1 ആണെന്നുണ്ടെങ്കിൽ ശരി, 0-1 എന്ന് പറഞ്ഞ ഇൻപുട്ട് ഞാൻ SR ഫ്ലിപ്പ് ഫ്ലോപ്പിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ the output എന്ന് പറയുന്നത് will be always QN+1 or Q വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. QN+1 or Qന്റെ വാല്യൂ എന്ന് പറയുന്നത് will be always 0. Q0 ആണെന്നുണ്ടെങ്കിൽ QR എന്ന് പറയുന്നത് will be equal to 1. ഓക്കെ. അപ്പൊ പ്രസന്റ് സ്റ്റേറ്റിന്റെ വാല്യൂനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് ഇപ്പൊ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം.
Now coming to the third case in the truth table. ഞാൻ മോളിൽ വരച്ചിരിക്കുന്ന truth table third case. Okay, that is S-ന്റെയും R-ന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 വരുന്ന കേസ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന ടേബിളിൽ രണ്ടെണ്ണമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് രണ്ടും S-ന്റെയും R-ന്റെ വാല്യൂ 10 വരുന്ന കേസ് ആൻഡ് ആദ്യത്തെ എന്ന് പറയുന്നത് പ്രസന്റ് സ്റ്റേറ്റ് ഇസ് ഈക്വൽ ടു 0, രണ്ടാമത്തെ എന്ന് പറയുന്നത് പ്രസന്റ് സ്റ്റേറ്റ് ഇസ് ഈക്വൽ ടു, അതായത് 10 SR-ന്റെ വാല്യൂ 10 വരുന്ന സമയത്ത് പ്രസന്റ് സ്റ്റേറ്റ് 0 ആണെങ്കിൽ എന്ത് വരും, പ്രസന്റ് സ്റ്റേറ്റ് 1 ആണെങ്കിൽ എന്ത് വരും എന്നുള്ളതാണ്. സോ ഓൾറെഡി നമുക്ക് ഈ ടേബിളിൽ നിന്ന് അറിയാം ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ദ സെറ്റ് സ്റ്റേറ്റ്, വിച്ച് മീൻസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ പ്രസന്റ് സ്റ്റേറ്റ് SR-ന്റെ അകത്ത് SR ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഞാൻ 10 എന്ന് പറഞ്ഞ കോമ്പിനേഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ I will get the value of Qn+1 or the next state as 1. So Qn+1 ന്റെ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി Qn+1 ബാറിന്റെ വാല്യൂ 0 ആണ്. നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ഓക്കെ, ദെൻ കമ്മിങ് ടു ദ ലാസ്റ്റ് കേസ് ഇൻ ദിസ് ട്രൂത്ത് ടേബിൾ 1 അല്ലേ. സോ 1 വരുന്ന കേസ് S-ന്റെയും R-ന്റെ വാല്യൂ 1 വന്നു കഴിഞ്ഞാൽ ഇറസ്പെക്റ്റീവ് ഓഫ് ദ പ്രസന്റ് സ്റ്റേറ്റിൽ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ ശരി, 1 ആണെന്നുണ്ടെങ്കിൽ ശരി, ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ഇൻവാലിഡ് സ്റ്റേറ്റ്. അതിപ്പം ഒരു ഡോൺ കെയർ വെച്ച് കാണിച്ചേക്കുന്നത് കേട്ടോ. ഇൻവാലിഡ് സ്റ്റേറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഇൻഡിറ്റർമിനേറ്റ് സ്റ്റേറ്റ് എന്നൊക്കെ വിളിക്കാം. പേര് ചിലപ്പോൾ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില ടെക്സ്റ്റ് ബുക്കുകളിൽ വേരിയേഷൻ ഉണ്ടാവും. കോമൺലി യൂസ് ചെയ്യുന്നത് ഇൻവാലിഡ് എന്നുള്ളതാണ്. ഓക്കെ, നൗ ഇത്രയുമാണ് ക്ലോക്ക് 1 ആയിട്ടുള്ള കേസ്. ഇത്രയും വരെയാണ് ക്ലോക്ക് 1 ആയിട്ടുള്ള കേസ് കാണാനായിട്ടുള്ളത്. ഇനി നമുക്ക് ക്ലോക്ക് 0 ആയിട്ടുള്ള ഒരു കേസ് കൂടെ നോക്കാം. ഓക്കെ, സോ ക്ലോക്ക് 0 ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, സോ ക്ലോക്ക് എന്ന് പറയുന്നത് 0 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ക്ലോക്ക് 0 ആണെന്നുണ്ടെങ്കിൽ ഇറസ്പെക്റ്റീവ് ഓഫ് ദ വാല്യൂസ് ഓഫ് എസ് ആൻഡ് ആർ, ക്ലോക്ക് 0 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ 0 തന്നെയാണ് വൺ ഓഫ് ദ ഇൻപുട്ട് ഓഫ് ദ ഗേറ്റ് നമ്പർ 1 ആസ് വെൽ ആസ് വൺ ഓഫ് ദ ഇൻപുട്ട് ഓഫ് ഗേറ്റ് നമ്പർ 2 ആയിട്ട് പോയിരിക്കുന്നത് അല്ലേ. സോ വൺ ഓഫ് ദ ഇൻപുട്ട് ഓഫ് ഗേറ്റ് നമ്പർ 1ഉം അതേപോലെ തന്നെ വൺ ഓഫ് ദ ഇൻപുട്ട് ഓഫ് ഗേറ്റ് നമ്പർ 2 എന്ന് പറയുന്നത് 0 എന്നാണ് അതിന്റെ അർത്ഥം അല്ലേ. അപ്പൊ ഈ ട്രൂത്ത് ടേബിൾ, നമ്മുടെ നാൻഡിന്റെ ട്രൂത്ത് ടേബിൾ വെച്ച് നമുക്കറിയാം ഇഫ് എനി വൺ ഓഫ് ദ ഇൻപുട്ട് ഓഫ് എ NAND ഗേറ്റ് ഇസ് ഈക്വൽ ടു 0, ദ ഔട്ട്പുട്ട് വിൽ ബി ഈക്വൽ ടു 1. സോ S-ന്റെ R-ന്റെ വാല്യൂ 0 വന്നാലും ശരി, 0 വന്നാലും ശരി, 10 വന്നാലും ശരി, 11 വന്നാലും ശരി, ഈ രണ്ട് NAND ഗേറ്റ് നമ്പർ 1ന്റെയും 2ന്റെയും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് will be equal to 1 since one of the input is 1. So S-ന്റെ R-ന്റെ വാല്യൂ എന്താണെങ്കിലും ശരി, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഗേറ്റ് നമ്പർ 1ന്റെയും 2ന്റെയും 1 ആയിരിക്കും, which means SR ലാച്ചിന്റെ S-ലേക്കും SR ലാച്ചിന്റെ R-ലേക്ക് സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വാല്യൂ, ക്ലോക്ക് 0 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കിട്ടാൻ പോകുന്ന വാല്യൂ എന്ന് പറയുന്നത് will be 1. So SR ലാച്ചിന്റെ ട്രൂത്ത് ടേബിൾ വെച്ച് നമുക്കറിയാം 1 ആണ് S-നും R-നും കിട്ടുന്ന വാല്യൂ, SR ലാച്ചിന് S-നും R-നും കിട്ടുന്ന വാല്യൂ എങ്കിൽ ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ദ മെമ്മറി സ്റ്റേറ്റ്. സോ അതുകൊണ്ടാണ് ഇവിടെ ലാസ്റ്റ് കേസ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ക്ലോക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത് 00 ആയ സ്ഥിതിക്ക് പ്രസന്റ് സ്റ്റേറ്റ് എന്താണേലും ശരി അത് തന്നെയായിരിക്കും നെക്സ്റ്റ് സ്റ്റേറ്റ് കിട്ടുന്നത്. കാരണം ദിസ് ഈസ് ദ മെമ്മറി സ്റ്റേറ്റ്. S-ന്റെ R-ന്റെ വാല്യൂ എന്ത് വേണമെങ്കിലും ആകാം, 00യോ 01ഓ 10 എന്ത് വന്നാലും ശരി, പ്രസന്റ് സ്റ്റേറ്റിന്റെ വാല്യൂ എന്താണോ, S-നും R-നും ഞാൻ ഒരു വാല്യൂ കൊടുക്കുന്നതിന് മുന്നേ ക്യൂവിലും ക്യൂ ബാറിലും ഉണ്ടായിരുന്ന വാല്യൂ എന്താണോ അത് തന്നെയായിരിക്കും എനിക്ക് S-നും R-നും വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും ക്ലോക്ക് 0 ആണെന്നുണ്ടെങ്കിൽ കിട്ടുക. അതിനെയല്ലേ നമ്മൾ മെമ്മറി സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്രസന്റ് സ്റ്റേറ്റിന്റെ വാല്യൂ എന്താണോ അത് തന്നെ നെക്സ്റ്റ് സ്റ്റേറ്റ് കിട്ടും. പ്രസന്റ് സ്റ്റേറ്റിന്റെ വാല്യൂ 1 ആയിരുന്നെങ്കിൽ അത് തന്നെ എനിക്ക് ഔട്ടിൽ കിട്ടും ഇഫ് ദ വാല്യൂ ഓഫ് ക്ലോക്ക് ഈസ് ഈക്വൽ ടു 1. സോ ഇത് എന്ന് പറയുന്നത് ജനറിക് റൂൾ ആണ്. ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് എടുത്താലും ശരി, ഇനി പഠിക്കാൻ പോകുന്ന ബാക്കിയുള്ള ഫ്ലിപ്പ് ഫ്ലോപ്സ് എടുത്താലും ശരി, if the value of clock എന്ന് പറയുന്നത് is equal to 0, the output എന്ന് പറയുന്നത് will be the memory state. അത് എപ്പോഴും മെമ്മറി സ്റ്റേറ്റിലായിരിക്കും. പ്രസന്റ് സ്റ്റേറ്റിൽ എന്ത് വാല്യൂ ആണോ ഇരിക്കുന്നത് അത് തന്നെയായിരിക്കും നെക്സ്റ്റ് സ്റ്റേറ്റിൽ കിട്ടുള്ളൂ. സോ ഇത്രയും ഒന്ന് ക്ലിയർ ആയോ എന്ന് പറയാമോ?